ശ്രീ ജയശങ്കർ, പാലക്കാട് പല വിവാദങ്ങളും ചർച്ചയായിക്കൊണ്ടിരിക്കുകയാണ്. ഈ നിശബ്ദ പ്രചാരണ ദിവസം പോലും ഈ സന്ദീപിന്റെ, നമുക്കറിയാം സന്ദീപ് വാര്യർ എന്ന പഴയ BJP നേതാവ് ഏതൊക്കെ തരത്തിൽ വർഗീയ സ്വഭാവമുള്ള പ്രസ്താവനകൾ നടത്തിയിരുന്നു, പോസ്റ്റുകൾ നടത്തിയിരുന്നു എന്നുള്ളത് നമുക്കെല്ലാവർക്കും അറിയുന്ന ഒരു കാര്യമാണ്. അതെല്ലാം എടുത്തുകൊണ്ട് ഇപ്പോൾ സുപ്രഭാതത്തിലും കൃത്യമായ അജണ്ട സെറ്റ് ചെയ്യുകയാണ്, അല്ലെങ്കിൽ ഒരു കൃത്യമായ ഒരു ടാർഗറ്റ് മുന്നിൽ വെച്ചുകൊണ്ട് LDF ഈ അവസാന ദിവസവും പരിശ്രമം നടത്തുകയാണ്. സുപ്രഭാതത്തിലും സിറാജിലുമാണ് ഇങ്ങനെ ഒരു പത്രപരസ്യം, അതായത് വിഷനാവിനെ സ്വീകരിക്കുകയോ കഷ്ടമെന്ന തലക്കെട്ടോടുകൂടിയുള്ള ഒരു പരസ്യം വന്നിരിക്കുന്നത്. അതായത് ഇതിനെ എങ്ങനെ കാണണം? വോട്ട് ലക്ഷ്യം വെച്ചുകൊണ്ടുള്ള ഒരു നീക്കമാണോ, അതോ അവസാന ഒരു ആയുധമായി കാണണോ? തീർച്ചയായിട്ടും ഇതുപോലെയുള്ള കൂറുമാറ്റങ്ങളും കാലുമാറ്റങ്ങളും മലക്കം മറിച്ചിലുകളും ഒക്കെ നമ്മുടെ നാട്ടിൽ പണ്ടും നടന്നുണ്ട്, ഇപ്പോഴും നടക്കുന്നുണ്ട്, ഇനിയും നടക്കും. അല്ലെ, അതൊരു മാറ്റമില്ല. അത് തുടർക്കഥയാണ്. മുസ്ലിം ലീഗിൽ നിന്ന് KT ജലീൽ പോയത് നമുക്ക് ഓർമ്മയുണ്ട്, കോൺഗ്രസിൽ നിന്ന് TK ഹംസ പോയത് നമുക്ക് ഓർമ്മയുണ്ട്, മറ്റു പലരും പല പാർട്ടിയിൽ നിന്നും അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ മാറുന്നുണ്ട്. കോൺഗ്രസിൽ നിന്ന് തന്നെ പല ആളുകളും സമീപകാലത്ത് BJPയിൽ പോയിട്ടുണ്ട്, CPM-ൽ നിന്ന് പോകാറുണ്ട്, CPI-ൽ നിന്ന് പോകാറുണ്ട്, എല്ലാ പാർട്ടിയിലും പോകാറുണ്ട്. പക്ഷേ ഈ സന്ദീപ് എന്ന് പറഞ്ഞ ആ ചെറുപ്പക്കാരൻ ഒരു തീവ്ര ഹിന്ദു നിലപാടുകാരനാണ്. BJPയിൽ മിതവാദികളുണ്ട്, തീവ്രവാദികളുണ്ട്, കരക്കച്ചക്കാരുണ്ട്, കടുത്ത വർഗീയവാദികളുണ്ട്, പല വിഭാഗക്കാരുണ്ട്. ഇതിൽ തന്നെ ഒരു തീവ്ര നിലപാടുകാരനായിരുന്നു. കഴിഞ്ഞ ദിവസം വരെ കോൺഗ്രസിന്റെ CPM-ന്റെ ഒക്കെ വലിയ വിമർശകനായിരുന്നു. രാഹുൽ ഗാന്ധി അടക്കം ഉള്ള ആളുകളൊക്കെ അതിരൂക്ഷമായ ഭാഷയിൽ വിമർശിച്ചിരുന്ന ആളാണ് അദ്ദേഹം. പ്രത്യയശാസ്ത്രപരമായ കാരണങ്ങൾ കൊണ്ടല്ല, അല്ലെങ്കിൽ BJPയുടെ നയസമീപനങ്ങളുള്ള എതിർപ്പുകൊണ്ടല്ല, തികച്ചും വ്യക്തിപരമായ കാരണങ്ങളാണ് അദ്ദേഹം BJPയിൽ നിന്ന് രാജിവെക്കും, BJP വിടും, അത് മനസ്സിലാക്കും. പക്ഷെ അങ്ങനെ മാറിയ ആളെ പിറ്റേ ദിവസം തന്നെ കോൺഗ്രസ് പോലൊരു പാർട്ടിയെ അദ്ദേഹത്തെ സ്വീകരിക്കുന്നു, അദ്ദേഹത്തെ ഒരു വിശിഷ്ട അതിഥിയായി എഴുന്നള്ളിച്ചുകൊണ്ട് നടക്കുന്നു എന്നുള്ളത് സത്യമായിട്ടും അതിനകത്തൊരു അസംബന്ധമുണ്ട് എന്ന് കരുതുന്ന ആളാണ്. അതും ഇത്ര പ്രധാനപ്പെട്ട ഉപതെരഞ്ഞെടുപ്പിന്റെ തൊട്ട് തലേ ദിവസം, പ്രചരണം അവസാനിക്കുന്നതിന്റെ തലേ ദിവസം ഇദ്ദേഹത്തെ സ്വീകരിക്കുന്നതിൽ തീർച്ചയായിട്ടും ഒരു അസംബന്ധമുണ്ട് എന്ന് വിചാരിക്കുന്ന ആളാണ്. ഈ പത്രങ്ങളിൽ പരസ്യം കൊടുത്തതിന്റെ ഉദ്ദേശം വളരെ വ്യക്തമാണ്. മാത്രമല്ല എന്തുകൊണ്ട് ഈ പത്രങ്ങളിൽ ഇപ്പം ഈ ഒരു നമ്മൾ പറയാറില്ലേ, ചാഞ്ചാടി നിൽക്കുന്ന ഈ ഉറച്ച കോട്ടകളല്ലാതെ നിൽക്കുന്ന വോട്ട് അവർ ഒരുപക്ഷെ ഇന്നായിരിക്കും ഈ ഒരു തീരുമാനം എടുക്കുന്നത്, ആർക്കായിരിക്കണം അവരുടെ ജനസമ്മതി എന്ന്. അപ്പോൾ അതിനെ സ്വാധീനിക്കാൻ ഈ പറയുന്ന, അതായത് താങ്കൾ സൂചിപ്പിച്ചതുപോലെ ഇന്നലെ വരെ ഈ കടുത്ത വർഗീയത അത് പറഞ്ഞുകൊണ്ടിരുന്ന ഒരു വ്യക്തി ഒരു ദിവസം കൊണ്ട് മതേതര നിലപാട് സ്വീകരിച്ചു എന്ന് പറയാൻ അത് വിശ്വസിക്കാൻ പ്രയാസമുള്ള ആളുകളുണ്ടാവും. അവർക്കുള്ളൊരു ഓർമ്മപ്പെടുത്തൽ കൂടിയല്ലേ ഇത്? അത് തീർച്ചയായിട്ടും അനാവശ്യമായ ഒരു കൺഫ്യൂഷൻ ഉണ്ടാക്കി എന്നാണ് എന്റെ അഭിപ്രായം. ഞാൻ ഈ അഭിപ്രായം നേരത്തെ പറഞ്ഞിട്ടുള്ളതാണ്. കാരണം അല്ലാതെ തന്നെ രാഹുലിന് അവിടെ ജയിക്കാവുന്ന ഒരു നല്ല സാഹചര്യം ഉണ്ടായിരുന്നു. ആ സാധ്യതകളെ ഒരു പരിധി വരെ എങ്കിലും അത് കുറച്ച് അപായപ്പെടുത്താനായിട്ട് ഈ നീക്കം രണ്ടു തരത്തിൽ സഹായിച്ചു, അല്ലെങ്കിൽ അത് അങ്ങനെ ഒരു സാഹചര്യം സൃഷ്ടിച്ചു എന്നുകൂടെ പറയാനുണ്ട്. ഒന്ന്, ഇതുവരെ ചാഞ്ചാടി നിന്ന സന്ദീപിനോട് അനുഭവം പുലർത്തിയിരുന്ന ഒരു വിഭാഗം BJP-ക്കാർ, RSS-കാരുണ്ടായിരുന്നു. അവരെ ഇപ്പൊ മാതൃ സംഘടനയിൽ ഉറപ്പിച്ചു നിർത്താനായിട്ട് ഇദ്ദേഹത്തിന്റെ ഈ സമയത്ത് ഉള്ള കൂറുമാറ്റം സഹായിക്കും. രണ്ടാമത്, അന്യത രാഹുലിന് വോട്ട് ചെയ്യാൻ തീരുമാനിച്ചിരുന്ന കുറെ അധികം ആളുകൾ ഇത് അനാവശ്യമായ ആശങ്ക അല്ലെങ്കിൽ സംശയം സൃഷ്ടിക്കും എന്നുള്ളതാണ്. അപ്പോൾ ഇത് സന്ദീപ് വാര്യരല്ല ഞാൻ പറയാ, അദ്ദേഹത്തെ മുൻപിൻ നോക്കാതെ പാർട്ടിയിലേക്ക് സ്വീകരിക്കാൻ അല്ലെങ്കിൽ അദ്ദേഹത്തെ സ്വാഗതം ചെയ്ത മുതിർന്ന നേതാക്കളെ സന്ദീപ് വാര്യർക്ക് എന്ത് തീരുമാനം വേണമെങ്കിലും. പക്ഷേ ഇങ്ങനെ ഒരാളെ സ്വീകരിക്കുന്നതിന് മുമ്പ് പാർട്ടി ആലോചിക്കട്ടെ. അത് ഈ തെരഞ്ഞെടുപ്പിന്റെ തൊട്ട് തലേ ദിവസം അതൊന്നും ആലോചിക്കട്ടെ. ഇപ്പൊ സരിൻ ചെയ്തേക്കാൾ വലിയ അബദ്ധമല്ലേ ഇവർ? സരിന്റെ സ്ഥാനാർത്ഥിയാക്കിയേക്കാൾ വലിയ അബദ്ധമാണ് സന്ദീപ് വാര്യരെ സ്വീകരിച്ചിലൂടെ കോൺഗ്രസ് ചെയ്തത്. ശരി, വളരെയധികം നന്ദി ശ്രീ ജയശങ്കർ സംസാരിച്ചതിന്. കോൺഗ്രസിനെ സംബന്ധിച്ച് ഈ അവസാന ദിവസം ഇങ്ങനെയൊരു വിവാദം സൃഷ്ടിക്കേണ്ടതുണ്ടോ എന്നുള്ളതാണ് അദ്ദേഹത്തിന്റെ രാഷ്ട്രീയ നിലപാടായി പറഞ്ഞത്.